അയ്യമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് ബിനോയ് മഞ്ഞളിയും കുടുംബവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രവർത്തകൻ സാൻജോ ജോസഫ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അയ്യമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിനോയ് മഞ്ഞളിയും കുടുംബവും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. 5 ദിവസമായി നമുക്ക് വീട്ടിലേക്ക് വെള്ളം കിട്ടിയിട്ട് പിള്ളേരെ സ്കൂളിൽ വരെ വിടാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കുടിവെള്ളം കൊടുത്തു വിടാനോ സാധിക്കുന്നില്ല. ഡ്രസ്സ് അലക്കിടാനായിട്ട് പറ്റുന്നില്ല. പഞ്ചായത്തിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ അവർ ഞങ്ങൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്, വാട്ടർ അതോറിറ്റിയിൽ അന്വേഷിക്കുമ്പോൾ അവർ ഞങ്ങൾ ഫുൾ വെള്ളം തുറന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് എവിടെ ചോദിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ നമ്മൾക്കൊരു 5 ദിവസത്തോളമായിട്ട് നമുക്കൊരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. ആർക്കും അതിന് ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളോട് സ്വന്തമായിട്ട് സമരം ചെയ്യാനാണ് ചോദിക്കുന്ന എല്ലാവരും പറയുന്നത്. അയ്യമ്പുഴ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പലവട്ടം മെമ്പർമാരോടും പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടും 5 ദിവസത്തിൽ കൂടുതലായിട്ട് നമുക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാമൂഹിക പ്രവർത്തകൻ സാൻജോ ജോസഫ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അയ്യമ്പുഴയിൽ കിഫ്ബി വഴി ഊരാളുങ്കൽ സൊസൈറ്റി നടപ്പാക്കുമെന്ന് മന്ത്രിസഭായോഗം അംഗീകരിച്ച 22 കോടിയുടെ പദ്ധതി പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുപ്രവർത്തകൻ ഷാജി പുളിമൂട്ടിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടു. ഇത് കൃത്യമായിട്ട് വെള്ളത്തിന്റെ പഴയ രീതിയിൽ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാവർക്കും വെള്ളം എത്തിക്കുന്നു. പുതിയ സിസ്റ്റം ഉണ്ടാക്കിയതുകൂടി 1-2 വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ വെള്ളം ഓപ്പറേറ്റ് ചെയ്യുന്നവരെയും മോശക്കാരാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽപ്പെട്ട 1-2 മെമ്പർമാർ അതിനെ ഒത്താശ ചെയ്യുന്ന ചില വ്യക്തികളും കൂടി ഈ വെള്ളം കിട്ടാത്ത രീതിയിലുള്ള ഈ പ്രശ്നം ഉണ്ടാക്കിയത്, രൂക്ഷമായ ഈ വിഷയം ഉണ്ടാക്കിയത് 1-2-3 വ്യക്തികൾക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഈ കുടിവെള്ള വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണം. ഈ കുടുംബത്തിന്റെ ഈ 2-3 മക്കളുള്ള ഈ അമ്മച്ചിയും ഇത്രയും പ്രായമുള്ള അമ്മയൊക്കെയുള്ള ഇവർക്ക് വെള്ളം ഇല്ലാന്ന് പറഞ്ഞാൽ ഇന്ന് അറിയാം, വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ആകെ ഒരു വോട്ട് ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന വ്യക്തി ആകെ ആവശ്യപ്പെടുന്ന കാര്യം കുടിവെള്ളം ഉണ്ടാവണം എന്നാണ്. ആ കുടിവെള്ളം ഈ 5 ദിവസമായിട്ടും കഴിഞ്ഞ നവംബർ മാസം മുതൽ ഈ വെള്ളത്തിന്റെ വിഷയമുണ്ട്. ഈ വെള്ളത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം ഇവിടെ ഈ പഞ്ചായത്തിന് മുമ്പിൽ ഈ ചട്ടിയും കലമായിട്ട് വന്നിരിക്കുന്നത്. സണ്ണി ആലപ്പാട്ട്, PK ബാബു എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ അയ്യമ്പുഴ പഞ്ചായത്തിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പദ്ധതികൾ ഒരുപാട് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഏകദേശം 22 കോടിയുടെ വരെ പദ്ധതികൾ അയ്യമ്പുഴയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പുരോഗമനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ദുരവസ്ഥ ഇങ്ങനെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ബിനോയ്ക്കും കുടുംബത്തിനും വരേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണണം. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ പൊതുവികാരമാണ് കുടിവെള്ളം എത്രയും വേഗം ലഭ്യമാക്കണം എന്നുള്ളത്. കുടുംബാംഗങ്ങളായ ഏലിയമ്മ വറീദ്, അനീഷ ബിനോയ്, അലക്സ് ബിനോയ്, സൈറ അന്ന, മെസ്സി ബിനോയ്, എദേൻ ബിനോയ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ഏറ്റവും അടുത്തുള്ള വീടുകളിൽ ഏറ്റവും കുറവായിട്ടാണ് വെള്ളം വരുന്നത്. 5 ദിവസമായിട്ട് ഒരു വെള്ളത്തിന്റെ ഒരു കുഞ്ഞി അരി പോലും ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ പരിഹാരം കണ്ടെത്തണമെന്ന് ആണ് അപേക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,